റിവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 90ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ ഫാമിലി ക്രിയേഷനിൽ നോക്കേണ്ട ഒരു ടൂളിനെ കുറിച്ചിട്ടാണ്. ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂള്. നമ്മൾ ഇതുവരെ നോക്കിയതാണ് എക്സ്ട്രൂഷൻ, അതുപോലെ തന്നെ റിവോൾവ്, സ്വീപ്പ്. ഇങ്ങനെ 3 ടൂളുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതിൽ എക്സ്ട്രൂഷനും അതുപോലെ തന്നെ സ്വീപ്പും റിവോൾവ് എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ പ്രൊഫൈലിനകത്താണ് നമുക്ക് വരയ്ക്കാൻ കഴിയുന്നത്. പക്ഷേ ബ്ലെൻഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, 2 പ്രൊഫൈൽ ഉണ്ടാവും. അത് ആദ്യം വരയ്ക്കുന്നൊരു പ്രൊഫൈൽ ഉണ്ടാവും, അതിന് മേളിലായിട്ട് നമുക്ക് മറ്റൊരു പ്രൊഫൈൽ വരയ്ക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 2ലേക്ക് പോവുകയാണ്. ലെവൽ 2ലേക്ക് പോയതിന് ശേഷം ഇവിടെ ആർക്കിടെക്ചറിന് ഇവിടെ ഓൾറെഡി ഞാനൊരു ഫാമിലി വരച്ചിട്ടുണ്ട്. ഞാൻ ഈ ഫാമിലി സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ എഡിറ്റിംഗ് പ്ലേസ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ക്രിയേറ്റിനുള്ളിൽ ഇവിടെ ബ്ലെൻഡ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഈ ടൂള് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഞാനൊരു സർക്കിളാണ് ഇവിടെ വരയ്ക്കുന്നത്. ഓക്കെ, ഇതെനിക്ക് ഞാൻ ഈ വരയ്ക്കുന്നത് ഒരു ബേസാണ്. ഞാനിപ്പം വരയ്ക്കാൻ പോണൊരു പ്രൊഫൈലിൻ്റെ ബേസ് ആണ് ഈ വരയ്ക്കുന്നത്. ഓക്കെ, ഇതുപോലൊരു ബേസ് വരച്ചു കൊടുത്തു. അതിനുശേഷം എനിക്ക് വേറൊരു പ്രൊഫൈൽ കൂടെ വരച്ചു കൊടുക്കാനായിട്ട് കഴിയും. അതായത് ബേസും വരയ്ക്കാനായിട്ട് സാധിക്കും, അതുപോലെ ഒരു ടോപ്പ് പ്രൊഫൈലും വരച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റിംഗ് ടോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ടോപ്പിൽ വേറൊരു പ്രൊഫൈൽ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലൊരു പ്രൊഫൈൽ വരച്ചു കൊടുത്തു. ഓക്കെ, ചെറിയൊരു പ്രൊഫൈൽ വരച്ചു കൊടുക്കും. ഓക്കെ, അതിനുശേഷം എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി എനിക്ക് ബേസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും പോസിബിളാണ്. ഈ എഡിറ്റ് ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ബേസ് എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടോപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ബേസും ടോപ്പും വരച്ചു കഴിഞ്ഞു. ഇനി അത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ 3D വ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അവിടെ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഫാമിലി ഇതുപോലെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് 2 പ്രൊഫൈൽ കൊടുക്കാനായിട്ട്, ഞാൻ ബേസ് എന്ന് പറയുന്നത് എനിക്ക് അടിയിലത്തെ ആ ഒരു പ്രൊഫൈലാണ്, ടോപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈലാണ്. ഇവിടെ നിന്ന് ഗ്രാജുവലി ഒരു ചെറിയൊരു സ്ലോപ്പിലാണ് ഇത് ഇങ്ങനെ വന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും.